Search. Give it up. Stop there. Go and stand where you were. റെയ്ഡ് കഴിയുന്നതുവരെ ആരും നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങരുത്. ജെയിംസ്. സർ. Sir, what do you want? Sorry for the disturbances. If you feel sorry, then why you disturb us? I am doing my duty, Mr. Alexander. Sir, ഇവിടെ മുഴുവൻ അരിച്ചു പെറുക്കിയാലും ഒരു കള്ളക്കടത്ത് സാധനമോ ഒരു കള്ളക്കണക്കോ കിട്ടാൻ പോകുന്നില്ല. ഈ പാവങ്ങളെ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. അവരെന്ത് ഉപദ്രവിച്ചാലും കൊന്നാൽ പോലും അവരൊന്നും പറയില്ല. അത് സാറ് തന്നെ അറിയാവുന്ന കാര്യമല്ലേ. ഇറ്റ്സ് ഓൺലി റിക്വസ്റ്റ്. Please don't interfere when we are doing our duty. Then you do your duty. അല്ല ലക്ഷ്മി, ഇനി ആണെങ്കിൽ തന്നെ അവനൊന്നും എന്റെ വിനുവല്ല, അലക്സാണ്ടറാണ്. ബേസിക്കലി ക്രിമിനലായ ഒരു കള്ളക്കടത്തുകാരൻ. ഐ.ജി. ബാലകൃഷ്ണന്റെ ഭാര്യയ്ക്ക് അങ്ങനെ ഒരാളുമായി ബന്ധം പാടില്ല. നീ അവിടെ പോകാനോ അവനെ കാണാനോ പാടില്ല. ദാറ്റ് വിൽ അഫക്ട് മൈ റെപ്യൂട്ടേഷൻ. അപ്പൊ എന്നെക്കാളും എന്റെ ദുഃഖത്തെക്കാളും എന്റെ കണ്ണീരെക്കാളും വലുതാണോ ബാലേട്ടന്റെ റെപ്യൂട്ടേഷൻ? അതെ, നിന്റെ ഈ അലക്സാണ്ടറെ പിടിക്കാനാണ്, അവനെയും അവന്റെ സാമ്രാജ്യത്തെയും തകർക്കാനാണ് ഗവൺമെന്റ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. നാളെ അവൻ എന്റെ ഭാര്യയുടെ സീമന്തപുത്രനാണെന്ന് അറിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് എന്റെ മേലുള്ള വിശ്വാസമായിരിക്കും. എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ എന്നോളം നേടിയ മാന്യതയും പദവിയും എല്ലാം. മാത്രമല്ല നമ്മുടെ മകളുടെ ഭാവി, അതെല്ലാം കളഞ്ഞു ഒളിച്ചിട്ട് നിനക്ക് അലക്സാണ്ടർ വേണോ? പറയൂ ലക്ഷ്മി. ഞാൻ എന്റെ ജോലി രാജിവെക്കാം. നിന്നെ അവന്റെ അടുത്താക്കിയിട്ട് മോളെയും കൂട്ടി പൊയ്ക്കോളാം. കാരണം അവൾക്ക് അങ്ങനെ ഒരു ബ്രദർ ഉണ്ടാകാൻ പാടില്ല. അവളുടെ അമ്മയ്ക്ക് വിവാഹത്തിന് മുമ്പ് അങ്ങനെ ഒരു പുത്രനുണ്ടായതായി ഈ ലോകം അറിയാൻ പാടില്ല. നാമായിട്ട് അവളുടെ ഭാവി നശിപ്പിച്ചുകൂടെ? ഞാൻ അവളെ കൊണ്ട് പൊയ്ക്കോളാം. താങ്ക്സ് അനിൽ. ആഫ്റ്റർ ഓൾ ഓൺലി വൺ താങ്ക്സ്. ഹലോ. അച്ഛൻ നല്ല പണിയാ കാണിച്ചത്. കാറും വെയിറ്റ് ചെയ്ത് എത്ര നേരം വഴിയിൽ നിൽക്കുക? ഓരോരോ പ്രശ്നങ്ങൾക്കിടയിൽ മറന്നുപോയി മോളെ. ഓ,
വലിയ പ്രശ്നങ്ങള്. മനസ്സിലായില്ല? മിസ്റ്റർ അനിൽ എന്റെ ക്ലാസ്മേറ്റാ. ഇങ്ങേരുടെ സന്മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോഴെങ്കിലും ഇങ്ങെത്തി. താങ്ക് യു അനിൽ. ഹലോ, അകത്തേക്ക് വരൂ. ലേറ്റായി, പിന്നീട് എടുക്ക വരാം. എക്സ്ക്യൂസ് മീ. വിനു, ഞാൻ നിങ്ങളുടെ വിനുവല്ല. ഐ എം അലക്സാണ്ടർ. വിനു നീ? അല്ല, നിങ്ങൾ കാള് മാറിപ്പോയിരിക്കുന്നു. നിങ്ങളുടെ വിനുവിനെ എനിക്കറിയില്ല. അമ്മയോട് നീ കള്ളം പറയുന്നു. അമ്മയോ? നിങ്ങളോ? ആ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൽ വാത്സല്യമുണ്ട്, സ്നേഹമുണ്ട്, ത്യാഗമുണ്ട്. അതൊന്നും നിങ്ങൾക്ക് ചേരില്ല. ആർക്കും വേണ്ടാത്ത തന്തയില്ലാത്ത ഗർഭത്തെ അബോർട്ട് ചെയ്യുന്ന സ്ത്രീകളെ പറ്റി കേട്ടിട്ടുണ്ട്. പിഴച്ചുപറ്റ ചോരക്കുഞ്ഞിനെ തെരുവിൽ വലിച്ചെറിഞ്ഞ് പുതിയവനെ തേടി പോകുന്നവരെ പറ്റി കേട്ടിട്ടുണ്ട്. അവരെയൊന്നും അമ്മയെന്നാരും വിളിക്കാറില്ല. എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. എല്ലാ വിശേഷണ പദങ്ങളും എനിക്ക് ചേരും. വേണ്ട. തെരുവിൽ വളർന്നവന്റെ നാവിൽ തെറികളും തെമ്മാടിത്തമേ വരൂ. നിങ്ങളെപ്പോലെ സമൂഹത്തിൽ സ്ഥാനവും മാനമുള്ളവർക്ക് അത് കേട്ടാൽ അറയ്ക്കും. ഇല്ല, നിന്നെ നഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടിയ സ്ഥാനവും മാനവും പദവിയും അതിലൊന്നും ഞാൻ സന്തോഷിച്ചിട്ടില്ല. എവിടെങ്കിലും നീ സുഖമായിട്ടുണ്ടെന്നറിയാൻ, എന്നെങ്കിലും ഒന്ന് കാണാൻ അതിനെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എന്നും അതിലപ്പുറം ഒന്നും ഐ ജി ബാലകൃഷ്ണന്റെ ഭാര്യാപദം അലങ്കരിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കില്ല. ഞാൻ ആരാണെന്നും എങ്ങനെ കഴിയുന്നുവെന്നും അറിഞ്ഞില്ലേ? കണ്ടില്ലേ? ഇനി എന്താണ് അറിയേണ്ടത്? ഇങ്ങനെ അറിയേണ്ടിയിരുന്നില്ലെന്ന്, കാണേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പൊ തോന്നുന്നു. പിന്നെ കണ്ട ഉടനെ, വിനു എന്ന് കേട്ട ഉടനെ അമ്മയെന്ന് വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കുമെന്ന് വിചാരിച്ചോ? തെരുവിലറിയപ്പെട്ട ഒരു പയ്യൻ വളർന്നു വരുമ്പോ സദ്ഗുണസമ്പന്നനായ ഒരു സന്യാസിയായി തീരുമെന്ന് വിചാരിച്ചോ? അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ. പറയൂ, എന്തിനാണ് ഇവിടെ വന്നത്? പറയാനുള്ള അവകാശമോ സ്വാതന്ത്ര്യമോ എനിക്കില്ല. പക്ഷെ ഓർക്കുമ്പോ പേടി തോന്നുന്നു. നിന്റെ ഈ തൊഴില് ഇതൊന്ന് നിർത്തിക്കൂടെ? എന്നെ ഓർത്ത് ആരും പേടിക്കണ്ട, ദുഃഖിക്കാൻ വേണ്ട. അതിനിവിടെ ശമ്പളം കൊടുത്ത് ഞാൻ ആളുകളെ നിർത്തിയിട്ടുണ്ട്. അവരത് സന്തോഷമായിട്ട് ചെയ്തോളും. എന്ന് തുടങ്ങി ഈ പുതിയ പുത്രസ്നേഹം? അതോ ഭർത്താവിന്റെ ജീവനെ ഓർത്തുള്ള പേടിയോ? എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ, കൊല്ലണമായിരുന്നെങ്കിൽ കൂടി അതെനിക്ക് എന്നേ ആകാമായിരുന്നു. പേടിക്കണ്ട. നിങ്ങൾ ആഗ്രഹിച്ചത് എന്നും നിങ്ങൾക്കുണ്ടാവും. എന്നെ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. നിങ്ങൾ പറഞ്ഞ അവകാശങ്ങളും സ്വാതന്ത്ര്യവും എല്ലാം ഞാൻ അനുവദിച്ചു തരാം. ഈ തൊഴിലെന്നല്ല, എല്ലാം ഞാൻ ഉപേക്ഷിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ. നിങ്ങൾ എന്നെ മകനായിട്ട് അംഗീകരിക്കണം. സാധിക്കുമോ? 4 പേരുടെ മുന്നിൽ വെച്ച് നാട്ടുകാർ കേൾക്കി എന്നെ മോനെ എന്ന് വിളിക്കണം. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നിങ്ങൾക്കെങ്കിലും അറിയാമോ എന്റെ അച്ഛനാരാണെന്ന്? സോറി ബാലേട്ടാ. കയറൂ. ആരാത്? അവര് പറഞ്ഞ സത്യമാണോ? അവരിന്റെ അമ്മയാണോ? അല്ല.